കുഞ്ഞിറങ്ങിയോടാ? എടാ SRR പോയല്ലേടാ? പോയി പോയി. നമ്മളടുത്ത് ഈ ടിവിന്റെ സൈഡിൽ നിന്നുള്ള ഞാൻ ലൈവാണേ. ആണോ? ടിവിന്റെ സൈഡിൽ നിന്നുള്ള എന്താണെന്നുള്ള ഒന്ന് വ്യക്തമാക്കിയായിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. എനിക്ക് പെർമനന്റ് ആണെന്ന് തോന്നേട്ടാ. കുഞ്ഞിറങ്ങിയോടാ? എടാ SRR പോയല്ലേടാ? പോയി പോയി. ജോഗി ഇത് കണ്ടു. റീസൺ പറയുന്ന ആര്? റീസൺ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അല്ല, ഇനാക്ടിവിറ്റി ഒന്നല്ല. റീസൺ ഓഫീസൊക്കെ പറഞ്ഞു നമ്മളടുത്ത് ഈ ടിവിന്റെ സൈഡിൽ നിന്നുള്ള. ഞാൻ ലൈവാണേ. ആണോ? ടിവിന്റെ സൈഡിൽ നിന്നുള്ള എന്താണെന്നുള്ള ഒന്ന് വ്യക്തമാക്കിയായിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. ആസിഫാൻ എനിക്ക് അറിഞ്ഞൂടാ ബ്രോ, എനിക്ക് അറിഞ്ഞൂടാ. അത് കറക്റ്റ് ശരിക്ക് വന്നത് ടി വി കാരണമാണെന്ന് എന്നിട്ട് ഇപ്പൊ പറയണ കറക്റ്റ് അല്ല ബ്രോ. അത് പറയാൻ വന്നതാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് നമ്മളൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഒരാൾ ലൈവ് ആണെന്ന് പറയുമ്പോൾ അതിനിപ്പോ എന്താ ഞാൻ പറയുമല്ലേ എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്താൽ പോരെ. പിന്നെ ആ ലൈവ് ആണോ അങ്ങനത്തെ ഇത് ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അന്ന് മറ്റേ ഇതൊക്കെ കാരണം ടി വിയും കെ വിയും എല്ലാ കുണ്ണുങ്ങളോടെ നിപ്പുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു ഇതിനു മുമ്പ്. ബാക്കിയുണ്ട്. ഇല്ല ബ്രോ, എനിക്ക് ഇനി അവന്റെ ലൈവ് എടുത്ത് വെച്ച് കേൾക്കാൻ വയ്യ ബ്രോ, സത്യമായിട്ടും വയ്യ. എനിക്ക് ഇനിയും ഇവന്റെ ലൈവ് എടുത്ത് വെച്ച് കാണാൻ വയ്യ എനിക്ക്. ഇനിയാണ് ശരിക്കും നിങ്ങൾ കാണാൻ പോയത്. ഇത് കൺവേർട്ട് ചെയ്തെങ്കിൽ ഇതാണ് ശരിക്കും പറയുന്ന കൺവേർഷൻ, മനസ്സിലായ? ഇതൊക്കെ എത്രയൊക്കെ ഈ പറയണ മനസ്സിൽ ഇങ്ങനെ ഇതിന്ന് അമ്പി കളിച്ചാലും ഇതൊക്കെ വരും ഒരു ദിവസം പുറത്ത്. ഇതൊക്കെ ഒരു ദിവസം വരും. ഇങ്ങളാണ് സോറി ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇല്ലടാ, അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ നമ്മൾ പറയണേ. എനിക്ക് ഇന്നലെ വന്ന മെസ്സേജുകൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഇന്നലത്തെ നമുക്കൊരു ആസ് എ ടി വി എ ഫാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്ന അമ്മമാർ മോസ്റ്റ് ഓഫ് ദ 90% കുണ്ണുകളാണ്. കാരണം അത് ഈ സിറ്റുവേഷൻ മുതലെടുക്കണതാ. കാരണം എനിക്കൊരു ടി വി എ ഫാനിനെ എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ചാൽ നല്ലൊരു RP ചെയ്യുമ്പോഴും നല്ല എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴും അത് ചൂണ്ടിക്കാട്ടി നല്ല രീതിയിൽ മേളിലോട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓൾറെഡി ഒരുപാട് പേരുണ്ട്. അവർ പറയണ സാധനങ്ങൾ ഞാൻ ചെവിക്ക് വില കൊടുക്കും. ഇന്നലെ എനിക്ക് അങ്ങനത്തെ കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു. ബ്രോ ഇത് എല്ലാം ഓക്കെയാണ്, തൊപ്പിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരണം, അല്ലെങ്കിൽ എന്തിനാണ് ബ്രോ ഇത്രയും ട്രിഗർ ആയത് എന്നുള്ളൊരു കാര്യം നമ്മുടെ സൈഡിലോട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ലൈവ് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ വന്നത്. അപ്പൊ ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ആരാണ് ഓൾ ഡൗൺ ആയത്, ആരാണ് അമ്പി, ആരാണ് ഇതെന്നൊക്കെ ഉള്ളത്. നെറ്റ് നെറ്റൊന്നും പോയില്ല. ചെറിയൊരു ഹോൾഡ് ഉണ്ട്. എക്സലന്റിസിലെ എനിക്ക് പെർമനന്റ് ആണെന്ന് തോന്നേട്ടാ. നിനക്ക് പെർമനന്റ് ആണോ? എനിക്ക് പെർമനന്റ് അല്ലേ? അഡ്മിനെ അബ്യൂസ് ചെയ്തതിന്. ഓക്കെ, ഇല്ല ഞാൻ വിളിച്ചില്ല. ഞാൻ ആരാ പറഞ്ഞത് പോലും എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിലായോ? പോയിട്ടൊക്കെ വേണ്ട നമ്മള് നോക്കാം. നമ്മള് വരുവാ പിന്നെ ഒറ്റയ്ക്കാ. നിങ്ങളിന്ന് ഉറങ്ങരുത്, നിങ്ങളിന്ന് ഇവിടെ ഇരിക്കണം. നിങ്ങൾ ഇന്നത്തെ പ്രശ്നം, എന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ആക്കിയിട്ട് വേണം പോവാൻ. എനിക്ക് പെർമനന്റ് ബാനാ ഇവിടെ. എന്നെ അപ്പൊ സെർവർ ചെയ്തും കിണ്ടി. ഇന്ന് ഇത്രയും മെസ്സൊക്കെ അടിച്ചിട്ടേ ഇതെന്റെ സെർവർ എനിക്ക് റോൾ ഉണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ലൈവിൽ അങ്ങ് പെർമനന്റ് ബാൻ ചെയ്യണം അല്ലേ ഇവിടുന്ന്? എല്ലാരും വലിക്കട്ടെ. ഹലോ ഹലോ ബ്രോ, ബ്രോ കേൾക്കാം. ലൈവാണ്, ഞാൻ മ്യൂട്ട് ചെയ്യണോ? പറയാമേ, ഞാൻ വേറെ മാനേജ്മെന്റ് ഈസിലോട്ടൊന്നും വലിക്കാനായിട്ട്. ഓക്കെ.
ഹലോ ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റൂലേ? ഹലോ ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. ഇത് അങ്ങനത്തെ ഒരു ടോക്കിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ ഇഗിൾ ബ്രോ കേക്കാവോ? കേക്കാം ബ്രോ, കേക്കാം. ആ അല്ല അതിലേ ഞാന് പറഞ്ഞു എന്നുള്ളൊരു കേസിൽ ഒരു സാധനം വന്നു ഷെയ്ഖ് ബ്രോനോട്. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചത്. അതായത് ഈഗിൾ ബ്രോ, അത് സാർ പ്യൂർലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് SRR ഡിസ്മാൻഡിലായപ്പം 4 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ആഫീസ് ബ്രോൻ്റെ അടുത്ത് വന്നാണ്ട് കളർ തരുമോയെന്ന് ചോദിച്ചിരുന്നു. നമുക്ക് കറൻ്റ്ലി കളർ പാറ്റേൺ കുറേ ദിവസമായി ഞാൻ മാറ്റാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം ആഫീസ് ബ്രോനോട് കളർ ചോദിക്കാൻ വേണ്ടി VC-യിൽ വന്നതേനു. അപ്പോൾ ഓഫീസ് ബ്രോ പറഞ്ഞു നമ്മൾ 3rd വണ്ണാണ്, ഫസ്റ്റ് EVX ചോദിച്ചു, പിന്നെ TG ഒക്കെ ചോദിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഒരു കോൺട്രവേഴ്സി നമ്മൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് പേഴ്സണൽ സ്പേസ് സ്പെൻഡ് ചെയ്തതാണ്. അതിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഈ TV സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ SRRൻ്റെ കേസും കൂടി പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ഫ്രണ്ട്ലി ആയാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫുള്ളി RP പ്ലേയേഴ്സിന് എടുക്കണമായിരുന്നു, അല്ലാതെ PP പ്ലേയേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ആഫീസ് ബ്രോന്റെ ബ്രോ ഗ്യാങ് RP അല്ലേ നമ്മളൊക്കെ കളിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പ് RP ആണോ ബ്രോ? ഗ്യാങ് RP ആകുമ്പോൾ ഗ്യാങ്ങിൽ കോണയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എല്ലാവരും ഇംപ്രസ് ചെയ്ത് ഗ്യാങ് RP ഒന്നും കളിക്കാൻ പറ്റത്തില്ല ബ്രോ. പിന്നെ ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഉള്ളത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇതാവുന്നതാണ് പ്രശ്നം. അല്ലല്ല ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആസിഫ് ബ്രോ. ഇത് വെറുതെ കേട്ടും കളയാൻ പറ്റത്തില്ല. SRR പറ്റി ചോദിച്ചിട്ടുണ്ട്, SRR പറ്റി പറയണം. അവിടെ TV എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് ഈഗിൾ ബ്രോ. അതായത് SRRന്റെ കേസില് ഞാൻ ഒരിക്കലും TVനോ KVനോ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ലല്ല, ഞാൻ ബ്രോയുടെ കാര്യം പറഞ്ഞല്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ ഇതെനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. ഷെയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിനകത്ത് ഞാൻ ഈഗിൾ ബ്രോ ഞാനിത് ജസ്റ്റ് അയക്ക് പറഞ്ഞു വന്നോണ്ടിരുന്നത്. അതാ ഞങ്ങള് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ അത് പേഴ്സണൽ സ്പേസിൽ നിൽക്കണം. അത് ലൈവ് അല്ലാത്ത രീതിയിൽ വിളിച്ചു വന്ന് പറയണത് അത് നിങ്ങളുടെ നിങ്ങൾ തന്നെ വരുത്തി വെച്ചത്, അല്ലാതെ നമ്മളാരും അല്ല ഇത് പറഞ്ഞത്. കാരണം ഞാൻ ഇവരുടെ അടുത്തൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. ഞാൻ വളരെ റിയൽ ലൈഫിൽ ഞാനിപ്പം നിങ്ങളുടെ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റീഫനെ നേരെ കൊണ്ടുവന്ന് കോള് വിളിച്ച് ഇവിടെ കേൾപ്പിച്ചത് നാളെ ഇത് ഞാൻ കൺവേർട്ട് ചെയ്തതെന്ന് പറയും. എനിക്കതിന്റെ ആവശ്യമില്ല ബ്രോ. എനിക്ക് ആസിഫ് ബ്രോ ഹഫീസ് എന്നാണ് ഹഫീസ് ബ്രോ. എനിക്ക് റിയൽ ലൈഫിൽ ഞാൻ വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമേ ഇങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യാറുള്ളൂ. അതിലൊരാളാണ് സ്റ്റീഫൻ ബ്രോ. പുള്ളിയുടെ ഗ്യാങ് പുള്ളിയുടെ പേരും വെച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എക്സ്ട്രീം റിവലറി നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ പേഴ്സണലി അത്രയും നല്ല സ്പേസിൽ സംസാരിക്കുന്ന ആൾക്കാരാ. ഈഗിൾ ബ്രോ, അതാണ് ഞാനും പറഞ്ഞത്. അതായത് ഈ ഒരു കേസിൽ ഈ ഒരു SRRന്റെ കേസ് അവിടെ ഇവര് കളറിന്റെ കേസിലാണ് വന്നത്. ബട്ട് ഞാൻ അവിടെ ഒരിക്കലും TVനോ KVനോ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാനും കേട്ടപ്പോ ഞാനും ഞെട്ടി. ലൈക്ക് ഈ ഒരു അതായത് അവര് ഡിസ്മാൻഡിലായത് SRR കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അതാ ചോദിച്ചത്. ഞാൻ എവിടെയാണ് ആ പറഞ്ഞേക്കുന്നത്? അല്ല, അത് ഞങ്ങൾ ആരും അല്ല പറഞ്ഞത്, അത് ഷെയ്ക്കാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ആഫീസ് ബ്രോ പറഞ്ഞു എന്ന് പറഞ്ഞത് ഷെയ്ക്കാണ്, ഞാനല്ല. ഷെയ്ക്കാണ് അത് പറഞ്ഞത്. ഷെയ്ക്ക് അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ബ്രോ. എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ തലയിലോട്ട് ഇടാന്ന് പറഞ്ഞാൽ ഒന്നാമതെ ഇതിനകത്ത് സമാധാനമില്ല. ഇതിപ്പോ ഇനി ഇവര് നിർത്തിയതോടെ ഞങ്ങളെ ഇതാന്ന് പറഞ്ഞത് കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ബ്രോ. ഈ എക്സ്പ്ലനേഷൻ ഇത് ബ്രോ, അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് ഈ കാര്യം ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തത്. അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. അവരെന്താണ് ഏത് ഇതിലാണ് പറഞ്ഞെന്നുള്ളത് അത് എന്റെ കയ്യിലുള്ളതല്ല. അത് ബ്രോയുടെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഷെയ്ഖിന്റെ കാര്യമാണ്. ഇതിൽ എങ്ങനെയാണ് ഷെയ്ഖ് TV വന്നത്? ഈഗിൾ ബ്രോ, ഞാൻ പറഞ്ഞില്ലേ ഈ ആഫീസ് ബ്രോന്റെ അടുത്ത് സംസാരിക്കുന്നതിന് നിങ്ങൾ ആദ്യം എല്ലാവരും ചില്ലായിട്ടിരുന്ന് കേക്ക് മനസ്സിലായി. അഥവാ നിങ്ങളെ ചാറ്റ് ഞാൻ കാണുന്നുണ്ട്. അഥവാ ബ്രോ എന്റെ ചാറ്റ് എന്തോ ആയിക്കോട്ടെ ബ്രോ. ചാറ്റിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ TV എന്നുള്ള രീതിയിൽ ഞാൻ TVയുടെ ലീഡറാ. എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. എന്റെ ചാറ്റ് നോക്കണത് ഞാനല്ലേ ബ്രോ. എന്റെ ചാറ്റ് ഞാൻ നോക്കിക്കോളാം ബ്രോ. അത് കൺസേൺ ആവണ്ട. ബ്രോ അതിനെപ്പറ്റി കൺസേൺ ആവണ്ട. എന്റെ ചാറ്റ് ഞാൻ നോക്കിക്കോളാം. ബ്രോയുടെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. എനിക്ക് ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഷെയ്ഖിൻ്റെ അടുത്തൊന്നും ഇതുവരെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം.
ഒരു കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ നമ്മളെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം എന്തേലും വേറെ എന്തേലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി അല്ലാതെ വേറൊരു ഗ്യാങ്ങിന്റെ സാധനം എടുത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തരേണ്ട ആവശ്യമില്ല. ഹലോ, കേൾക്കാം. അത് തന്നെ അതിന് ഞങ്ങളുടെ അടുത്ത് അതിനെന്ത് റീസൺ ആണ് ടി വി എന്ത് റീസണാ ചെയ്തതെന്ന് നമുക്ക് അറിയണം ബ്രോ. അത് ഞാൻ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഒരു സംശയമില്ല. ഇതാണ് ആഫീസ് ബ്രോ ഞാൻ ഇന്ന് ഈവനിങ് പറഞ്ഞത്, മനസ്സിലായോ? എന്താണ് കംപ്ലീറ്റ് ഹെയ്റ്റ്. പിന്നെ ബ്രോ നിങ്ങൾ എന്താ പറയണ ബ്രോ? നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കണത്. ഷെയ്ക്കിന്റെ വായി ഷെയ്ക്ക് വീണേ, എന്റെ വായി നല്ല ഷെയ്ക്കിന്റെ വായി ഇത് വീണിട്ട് ഇത് ഞങ്ങൾ ഇപ്പൊ ഹേറ്റ് തരുന്നതായോ? ഷെയ്ക്ക് പബ്ലിക്കലി അവൻ ലൈവ് ആണെന്ന് നോക്കാതെ വായി തോന്നി എന്തോ വിളിച്ചു പറഞ്ഞിട്ട് ഷെയ്ക്കിന് ഹേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ തരുന്നതാണ് ഇത് ഞാൻ തരുന്നതാണ്. ഞാൻ ഗെയിം കളിക്കാൻ പോയപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളുടെ പറയാനുള്ള മാറ്റർ മാന്യമായിട്ട് ഷെയ്ക്കൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഒരു ലോങ് സ്റ്റോറി പറഞ്ഞു. ഞാൻ അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറി പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഇതുവരെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ് ഞാനത് നിർത്തി. ഞാനൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോയപ്പം ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് നിങ്ങൾ അനാവശ്യം ഒരു സാധനം എടുത്ത് ഷമീറിന്റെ ലൈവ് ആണെന്ന് അറിയാം. എനിക്ക് 100% ഉറപ്പാണ് ലൈവ് ആണെന്ന് അറിയാതെ പറഞ്ഞതാണത്. അത് അവിടെ വന്ന് പറഞ്ഞത് ഞാനല്ല, ഷെയ്ക്കാണ്. അപ്പൊ ഷെയ്ക്കാണ് ഇത് വന്നിട്ട് വൈറ്റ് പറഞ്ഞ ഹേറ്റ്. വൈറ്റ് എന്ത് ഹേറ്റ് പറഞ്ഞേ? നിങ്ങൾക്ക് ഹേറ്റ് കിട്ടുന്ന നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റിയുടെ റിട്ടേൺ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടണേ. അല്ലാതെ ഞാൻ ആരോടത്തും ഇവിടെ ടി വിയിൽ ഇരുന്ന് പറഞ്ഞില്ല ഇതാണ് ഇത് ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ നമ്മളെ പറ്റി വേറൊരാൾ പറയുന്നുണ്ടെന്നോ SRR ഡിസ്മാൻഡിലായതിന് കാരണം വേറൊരാൾ പറഞ്ഞെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കിയതാ നിങ്ങൾ, അല്ലാതെ ഞങ്ങളാരും അല്ല. നമ്മളത് പറഞ്ഞിട്ടില്ല ഇത് ബ്രോ. നമ്മള് ടി വി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഞാൻ ലൈവ് ആണെന്ന് ഷമീർ പറഞ്ഞു. അല്ലല്ല ഞാൻ എനിക്ക് ഇതിനൊരു മറുപടി വേണം. ഞാൻ പറയാം, എനിക്ക് ഇതിനൊരു മറുപടി പറഞ്ഞ ഷേക്ക്. SRR ഡിസ്മാൻഡിലായി എന്ന് ഒരാൾ സംസാരിക്കുമ്പോ അവിടെ ടി വിയെ പറ്റി സംസാരിച്ച് എന്തിനാ? ഇത് ബ്രോ എക്സ്പ്ലെയിൻ ചെയ്തോ, ഞാൻ കേൾക്കാൻ റെഡിയാ. പറഞ്ഞു പറഞ്ഞുതരാം. ഹാഫീസ് ബ്രോന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഹാഫീസ് ബ്രോ പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ്: കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ പോലെ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യണ്ടെന്ന് കരുതിയിരുന്ന ഒരു ടീം തന്നെ ആയിരുന്നു SRR എന്ന് എൻ്റെ അടുത്ത് ഹാഫീസ് ബ്രോ പറഞ്ഞു. അവരും ഇതൊന്നും സഹിക്കാൻ കഴിയാതെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ അവരെ ലീഡേഴ്സിനും കോ ലീഡേഴ്സിനും ഒന്നും അത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഡിസ്മാൻഡിൽ ചെയ്യണത് എന്നുള്ള ഈ 2 റീസൺ ആണ് പറഞ്ഞത്. ഇത് ഒബ്വിയസ്ലി ഈഗിൾ ബ്രോ എൻ്റെ അടുത്ത് ഇപ്പൊ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, SRR ആയിട്ട് ഫ്രണ്ട്ലി പിടിക്കാൻ നോക്കിയപ്പം നിങ്ങൾ തല്ലുകൊള്ളികൾ എന്ന് പറഞ്ഞാണ്ട് SRR തന്നെയാണ് മെൻഷൻ ചെയ്തത്, MRG അല്ല മെൻഷൻ ചെയ്തത്. അവര് കറന്റ്ലി KVN ആയിട്ട് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് TVN ആയിട്ട് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. അതുകൊണ്ട് അവരെയാണ് നമ്മൾ മോക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ, അല്ലാതെ MRG അല്ല മോക്ക് ചെയ്തത് എന്നുള്ളത്. അത് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു, അവരെ തന്നെ. കാരണം ഞങ്ങൾ ആ സിറ്റുവേഷൻ കണ്ടവർക്ക് അറിയാം, TVയും KVയും അടിച്ചത് SRR ആണ്, MRC അല്ല. അതെ. അപ്പൊ ആ സംഭവത്തില് ഈ ആഫീസ് ബ്രോ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്, അഥവാ കമ്മ്യൂണിറ്റിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണ്ട, അഥവാ അങ്ങനത്തെ ബ്രോ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് അവർക്ക് നല്ല പോലെ നിർത്തി പോകണം. അതായത് സിമ്പിൾ ആയിട്ട് അവർക്ക് ഈ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ടോക്സിസിറ്റിയോ ഈ പ്രശ്നങ്ങൾക്കോ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഒരിക്കലും ഞാനൊരു TVNോ KVNോ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ പേര് പറഞ്ഞത് എന്തിനാണെന്നാണ് ഷെയ്ക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. അല്ല ഷെയ്ക്ക്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കളിക്കുന്നത് ഗ്യാങ് RPN അല്ലേ? ഈ ഹേറ്റ് സ്പ്രെഡിംഗ് എന്ന് ഷെയ്ക്ക് ഉദ്ദേശിക്കണ എന്താ സാധനം? നമ്മൾ ഒരു ഗ്യാങ്ങുമായിട്ട് അടി ഉണ്ടാവുന്ന സമയത്ത് ആ ഗ്യാങ്ങിലുള്ളവന്മാരെ പറ്റി നമ്മൾ ദേഷ്യപ്പെട്ട് പറയണതാണ് ഇതെങ്കിൽ നിങ്ങളും ചെയ്യുന്നത് തന്നെയല്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസം T47 സിറ്റുവേഷൻ ആയ സമയത്ത് T47 മെറ്റയാണെന്ന് ഇരുന്ന് പറയുന്നുണ്ടല്ലോ ഷെയ്ക്ക്. ഞാൻ ആ POV കാണാൻ വന്നപ്പോൾ ഞാൻ കണ്ടാണല്ലോ ഷെയ്ക്കിന്റെ POV. ഞാൻ കാണിച്ചു തരട്ടെ. അത് ഹേറ്റ് സ്പ്രെഡിംഗ് അല്ലേ? T47 അവര് മെറ്റടിക്കുന്നതിന്റെ പ്രൂഫ് ഷെയ്ക്കിന്റെ ഉണ്ടോ? ഇത് ഹേറ്റ് സ്പ്രെഡിംഗ് അല്ലല്ലേ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഹേറ്റ് സ്പ്രെഡിംഗ്. ബ്രോ ആലോചിക്കുക, നമ്മളൊക്കെ കളിക്കുന്ന ഗ്യാങ് RP എല്ലാവർക്കും അവരവരുടെ ഇൻഡിവിജ്വൽ ഗ്യാങ് ആണ് വലുത്. സിറ്റിക്കകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണ് നമുക്ക് വലുത്. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും. അത് ഓഡിയൻസ് ഉള്ള ആൾക്കാർ കേൾക്കുന്ന സമയത്താണ് ഈ ഹേറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ. ഈ RPക്കകത്ത് ചാറ്റും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഓഫ്ലൈനിൽ ഒരാൾ കളിക്കുവാണെങ്കിൽ പോലും അവർ കളിക്കുന്നതും ആ ഗെയിമിനകത്ത് പറയുന്നതും RPക്കകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ കമ്മ്യൂണിറ്റിക്കകത്ത് ഹേറ്റ് സ്പ്രെഡിങ് ആവും? ഇത് ഇത്ര നാൾ ഈ കമ്മ്യൂണിറ്റി തന്നെയല്ലേ ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്? എല്ലാരെയും പറ്റി പറയും. ആരാണ് നിങ്ങൾ MRC അടിച്ച ഏത് ഗ്യാങ്ങിനെ പറ്റിയാണ് നിങ്ങൾ അപരാധം പറയാതെ അടിച്ചത്? എനിക്കൊന്ന് കേൾക്കണമല്ലോ. ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഒരു മോശ വാക്ക് പോലും പറയാതെ. ബ്രോ ഗ്യാങ് സിറ്റുവേഷനിൽ കോമൺ, RPയിൽ കോമൺ. അത് നമ്മൾ ഗ്യാങ് RPയാണ് കളിക്കുന്നത്.
എല്ലാരും പറയാറുണ്ട്, എല്ലാത്തിന്റെയും ക്ലിപ്പ് ഉണ്ട്. നിങ്ങൾ അടിച്ച എല്ലാരും, നിങ്ങൾ EVXനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്ര ഷോർട്സ് കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ RP ഇതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുണ്ട്, എന്റെ ഫീഡിൽ ഇതൊക്കെ വരും. ഞാൻ ഇതെല്ലാം കാണാറുണ്ട്, ചുറ്റുമുള്ള കോമ്പറ്റീറ്റേഴ്സിനെ റീഡ് ചെയ്യാറുണ്ട്. അതെന്തോ അത് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എത്ര ഗ്യാങ്സിനെ പറ്റി പറയുന്ന ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറയുമ്പോൾ ആഹാ, നമ്മൾ പറയുമ്പോൾ മറ്റേ ഹെയ്റ്റോ, സിറ്റിയിലെ സിറ്റുവേഷൻ നടക്കുമ്പോൾ നമ്മൾ പറയണത് സിറ്റിയിലെ കാര്യമാണ് ബ്രോ. അത് ഹെയ്റ്റ് താങ്ങാൻ പറ്റാത്ത അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളവനൊന്നും RP കളിക്കുക, ഇവിടെ ഒന്ന് ഗ്യാങ് RP കളിപ്പിക്കല്ലേ, അല്ല പള്ളിയിലച്ഛന്റെ ബെഡ് ഇട്ടിട്ട് അവിടെ വന്ന് മറ്റേ ഇതെല്ലാം പറയണം. അല്ലാതെ എല്ലാം കൂടെ നമ്മുടെ തലയിലോട്ട് കൊണ്ട് വെച്ച് തരരുത്. മോറോവർ ഒന്നും പറയാനില്ല. അതന്നെ ഞാനത് കഴിഞ്ഞത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനത് ഈ പറയണ പോലെ അമ്പി ചെയ്യാണ്ട് ടിവിന്റെ തലയ്ക്ക് ഇടാൻ നോക്കിയതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കേണ്ടവർക്ക് ഷേക്ക് ബ്രോ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കേസിൽ ഞാൻ ഒരിക്കലും SRRന്റെ ഡിസ്മാൻഡിലോ SRRന്റെ ഇതിലോ TVയോ KFയോ വന്നിട്ടില്ല. അത് കാരണം ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഇവിടെ സെർവറിന്റെ സൈഡിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടാണ് വരിക. സോ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല എന്നുള്ളത് ക്ലിയർ ചെയ്യണം. ഇല്ല അത് മനസ്സിലായിട്ടുണ്ടാവും. TVA KVA എന്നുള്ളൊരു സംഭവം വന്നിട്ടില്ല. പുള്ളി ഉദ്ദേശിച്ചത് നെഗറ്റിവിറ്റി, ഈ ഹെയ്റ്റ് ഇതൊന്നും SRRക്ക് കിട്ടാതെ വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് SRR ഉദ്ദേശിച്ചത്. അപ്പം ഒബ്വിയസ്ലി ഈഗിൾ ഇപ്പം കഴിഞ്ഞ ഈ ഒരു KVA TVA കാരണം SRRക്ക് ആ ഒരു സംഭവമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ തന്നെ എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നിയതാണ്. അത് ഒബ്വിയസ്ലി എന്തായാലും ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് ബേസിക് നോളജ് ബ്രോ? അതല്ല, അതൊക്കെ എനിക്ക് അറിയണം. നമുക്ക് ഉള്ള ഒരു റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഗ്യാങ്ങുമായിട്ട് കളിക്കുമ്പോ ഉറപ്പായിട്ട് അല്ല ഷെയ്ക്ക്, എനിക്ക് റിപ്ലൈ വേണം ഇതിന്, എനിക്ക് റിപ്ലൈ വേണം. നമ്മളെല്ലാരും മറ്റേ ഇന്ത്യക്ക് വേണ്ടി ചീർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് എന്താ സംസാരിക്കാൻ താല്പര്യമില്ല, പോയോ? ലെഫ്റ്റ് വാടയുമ്പോ ലെഫ്റ്റ് ആവും, അങ്ങനെയാണ് ബ്രോ. ഇത് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ ഒരു കാരണമുണ്ട് ബ്രോ. ഇതിനു മുമ്പ് ഇത് പലവട്ടം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. പുള്ളിക്ക് പറയാനൊന്നുമില്ല. അല്ല, ഞാൻ ഉറങ്ങാൻ കിടന്നു. ആ ടൈമിലാണ് എനിക്ക് ഈ പറയുന്ന പോലെ ക്ലിപ്പുകളും കാര്യങ്ങളും. ഞാനും ആ ടൈമിൽ വണ്ടറായി, ലൈക്ക് ഞാൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതല്ലോ. ഞാൻ മോർ ഓവർ ഈ SRRന്റെ സൈഡിൽ അവർക്കൊരു ഹേറ്റഡ് ഇല്ലാണ്ട് അവർക്ക് നല്ലപോലെ വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതേപോലെയാണ് അമാനെ എന്നോട് സംസാരിച്ചേക്കുന്നത്. അല്ല ബ്രോ, ഞാൻ നിങ്ങളുടെ അഡ്മിൻസിനുള്ള ഒരു കാര്യത്തിൽ ചോദിക്കുക ബ്രോ. ഇവിടെ ലൈവ് ഇടുന്നവരുണ്ട്, ലൈവ് ഇടാത്തവരുണ്ട്. ഈ സിറ്റിയിൽ നടക്കുന്ന എല്ലാ വാറും നിങ്ങളെല്ലാം സ്പെക്ക് ചെയ്യുന്ന ആൾക്കാരാ. ഈ ഗ്യാങ് വാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഈ പറയണത് പോലെ ബ്രോ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി ആയിട്ടാണോ സംസാരിക്കുന്നത്? ഇല്ല, ഒരിക്കലും നമ്മളും ആ സെയിം താനല്ല ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ലൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണോ അത് ഹെയ്റ്റ് സ്പ്രെഡ് ആവുന്നത്? അല്ല, അത് അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓഡിയൻസ് എങ്ങനെയായാലും എന്തുണ്ടാവും, ഒപ്പീനിയൻസ് ആട് ബ്രോ. അത് മാത്രമല്ല, ഞാൻ വർഷങ്ങളായിട്ട് പേഴ്സണൽ കോൺടാക്ട് ഉള്ള ഒരാളാണ്. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിത് സംസാരിക്കാൻ പോലും വരില്ല. ഇപ്പൊ എക്സാമ്പിൾ വല്ല T47 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും വിളിച്ച് നിൽക്കുന്നത്. അതായത് നമുക്ക് റിയൽ ലൈഫിലൊന്നും ഒരു കോൺടാക്റ്റും ഇല്ല. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാള് എൻ്റെ അടുത്ത് ഈ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പോലും പുള്ളി പബ്ലിക്കലി ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് പോലും ആദ്യം എന്നോടാ പറഞ്ഞേ. ഞാൻ പുള്ളിക്ക് അത്രയും ഫേവറബിൾ ആയിട്ട് മെസ്സേജ് അയച്ച ഒരാളാ. ഞാൻ പറഞ്ഞു ബ്രോ, നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യാം, നമുക്കിത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തു തരാം, ഇതെല്ലാം മറ്റേ ഈ റിവലറി എന്നുള്ളൊരു സാധനം വിടാം, അതിനകത്ത് TVയുടെ കൂടെ അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് പോണവർ പൊക്കോട്ടെ, നമുക്കിതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് സംസാരിച്ച് വന്ന ഒരാൾ പെട്ടെന്ന് ഞങ്ങൾ ലൈവ് ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ നിന്ന് പുള്ളി ഊഹിച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ എടുക്കണം ബ്രോ? അതിൽ സെർവറിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആഫീസ് ബ്രോ എന്നുള്ളൊരു പേര് മാനേജ്മെന്റിലുള്ള ഒരാളാണെന്ന്. അതിവിടെ ചാറ്റിൽ എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. യെസ്, അത് മനസ്സിലായി. അല്ല, ഞാനും അല്ല അങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു പൊസിഷനെതിരെ ഞാനങ്ങനെ വേറൊരു ഗ്യാങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ മോശമായിട്ട് പറയാം. എനിക്ക് മനസ്സിലായി, പറയാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായി ബ്രോ, മനസ്സിലായി. ഓക്കെ, എനിക്ക് എത്ര സംസാരിക്കുള്ളൂ. ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇനി വന്നിട്ട് ഇനി ഇറങ്ങിപ്പോയാളെടുത്ത് ഞാൻ ഇനി എന്ത് സംസാരിക്കാനാ? ഓക്കെ, ശരി. ഇപ്പൊ ഏകദേശം ആൾക്കാർക്കൊക്കെ പിടികിട്ടി കാണും ആരാണ് ഓൾ ഡൗൺ എന്ന്. FAQറ്റേ അടിച്ചോടിയത് മനസ്സിലായ? എസ്കേപ്പ് RP ചെയ്ത് കളഞ്ഞു പുള്ളി ലാസ്റ്റ് സമ്മതിച്ചു, സ്വന്തം മൈൻഡിൽ നിന്ന് പറഞ്ഞതാണെന്ന് കേട്ടാ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവും.
ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. ഈ 2 ദിവസം ഞാൻ എല്ലാ ബ്ലെയിമും കേട്ട്. ഈ 2 ദിവസമേ ഞാൻ എല്ലാ ബ്ലെയിമും കേട്ട്. ഇനി അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ നാളെ പുള്ളി പറഞ്ഞു തരും. നാളെ ലൈവിൽ അണ്ണ ഏതൊരു കഥ പറയുന്നുണ്ടെന്നാ കേട്ടോ അണ്ണാ നാളെ. ഇനി വലിയൊരു സ്റ്റോറി വരുന്നുണ്ടെന്ന് അതിന്റെ പുറകെ കേട്ടത്. ഞാൻ കേട്ട് സ്റ്റോറി പറയട്ടെ.